ഹായ് ഡിയേഴ്സ്. സെൽ തിയറി ആൻഡ് പ്രോക്യാരിയോട്ടിക് സെല്ലിനെ കുറിച്ചുള്ള കുറച്ച് ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സ് ഡിസ്കസ് ചെയ്യുന്ന ക്ലാസ്സാണ്. സെൽ തിയറി എന്ന് പറയുമ്പോൾ മാത്യൂസ് ഷ്ലീഡനും തിയോഡർ ഷ്വാനും കൂടി ചേർന്നാണ് ആദ്യം സെൽ തിയറി പ്രപ്പോസ് ചെയ്യുന്നത്. ഷ്ലീഡൻ 1838 പ്ലാന്റ് ബോഡീസ് മെയ്ഡപ്പ് ഓഫ് സെൽസ് എന്ന് ഐഡൻറ്റിഫൈ ചെയ്യുകയും ആൻഡ് ഷ്വാൻ എന്ത് ചെയ്തു, ഷ്വാൻ 1839 ആയപ്പോൾ അദ്ദേഹം കണ്ടെത്തി എല്ലാ ആനിമൽ ബോഡിയും നിർമ്മിച്ചിരിക്കുന്നത് സെൽസിനാലാണെന്ന് കണ്ടുപിടിച്ചു. അപ്പം പ്ലാന്റ് ബോഡീസ് മേഡപ്പ് ഓഫ് സെൽസ് ഷ്ലീഡനും ആനിമൽ ബോഡീസ് മേഡപ്പ് ഓഫ് സെൽസ് എന്ന് ഷ്വാനും കണ്ടെത്തുകയുണ്ടായി. ഇനി റുഡോൾഫ് റിഷോ ഇദ്ദേഹം ഒമിനസ് സെല്ലുല എന്നുള്ള ഒരു കാര്യം കണ്ടെത്തി 1855. അതായത് നിലവിലുള്ള കോശങ്ങളിൽ നിന്ന് മാത്രമേ പുതിയ കോശങ്ങൾ ഉണ്ടാവൂ. അപ്പോൾ ആദ്യം സെൽ തിയറി പറഞ്ഞ സമയത്ത് മറ്റേ ഓൾ പ്ലാന്റ് ബോഡീസ് മേഡപ്പ് ഓഫ് സെൽസ്, അതുപോലെ തന്നെ ആനിമൽ ബോഡീസ് മേഡപ്പ് ഓഫ് സെൽസ് എന്നുള്ള പോസ്റ്റ്ലേറ്റ്സ് മാത്രമാണ് അതിലുണ്ടായത്. അതിനുശേഷം സെൽ തിയറിയിലേക്ക് ഇദ്ദേഹത്തിൻ്റെ റുഡോൾഫ് റിഷോൻ്റെ വളരെ സുപ്രധാനമായിട്ടുള്ള കണ്ടെത്തലൂടെ ആഡ് ചെയ്തു. അതാണ് നിലവിലുള്ള കോശങ്ങളിൽ നിന്ന് മാത്രമേ പുതിയ കോശങ്ങൾ ഉണ്ടാവൂ. ദ സെൽസ് ആർ ഫോംഡ് ഫ്രം ദി പ്രീ എക്സിസ്റ്റിംഗ് സെൽസ് എന്നുള്ളൊരു ഇമ്പോർട്ടൻറ്റ് പോയിൻ്റ് കൂടെ സെൽ തിയറിയിലേക്ക് ആഡ് ചെയ്തു. അപ്പോൾ കോശ സിദ്ധാന്തത്തിൻ്റെ പ്രധാന തത്വങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ, എല്ലാ ജീവജാലങ്ങളും കോശങ്ങളിലാലും അവയുടെ ഉൽപ്പന്നങ്ങളാലും നിർമ്മിതമാണ്. കൂടാതെ എല്ലാ കോശങ്ങളും മുൻപുണ്ടായിരുന്ന കോശങ്ങളിൽ നിന്നാണ് രൂപം കൊള്ളുന്നത്. ഇനി വൈറസസ്, വൈറോയിഡ്സ്, പ്രയോൺസ് എന്നിവയ്ക്ക് പൂർണ്ണമായ കോശഘടനയില്ലാത്തതിനാൽ അവ കോശ സിദ്ധാന്തത്തിന് ഒരു അപവാദമാണ്, അല്ലെങ്കിൽ അതിലൊരു എക്സെപ്ഷൻസ് ആണ്. വൈറസ്, വൈറോയിഡ്സ്, പ്രയോൺസ് ഇവർക്ക് എന്താണ്, പൂർണ്ണമായ കോശഘടന ഇല്ല. ഇനി പ്രോക്യാരിയോട്ടിക് കോശത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, പ്രോക്യാരിയോട്ടിക് കോശങ്ങളിൽ വ്യക്തമായ ന്യൂക്ലിയസ് ഉണ്ടാവത്തില്ല. പ്രോക്യാരിയോട്സ് എന്ന് നമ്മൾ പൊതുവെ പറയുന്ന ബാക്ടീരിയത്തിനെയാണ്. പിന്നെ അതുപോലെ തന്നെ ഇവരെ കവർ ചെയ്ത് കാണുന്ന ഒരു ന്യൂക്ലിയർ മെംബ്രെയിൻ ഉണ്ടാവത്തില്ല, ന്യൂക്ലിയോലസ്. അതായത് പ്രോപ്പറായിട്ടുള്ള ഒരു ഡിഫൈൻഡ് ന്യൂക്ലിയോലസ് ഉണ്ടാവില്ല. ഈ ന്യൂക്ലിയസിനെ കവർ ചെയ്ത് കാണുന്ന ന്യൂക്ലിയർ മെംബ്രെയിൻ ഉണ്ടാവത്തില്ല. അപ്പോൾ അതിൻ്റെ ജെനറ്റിക് മെറ്റീരിയലിനെ കുറിച്ച് ചോദിക്കുകയാണെങ്കിൽ, ജെനറ്റിക് മെറ്റീരിയൽ ന്യൂക്ലിയോയിഡ് എന്ന് പറയുന്ന സ്ട്രക്ചറായിട്ടായിരിക്കും കാണുന്നത്. അതായത് സെല്ലിനൊരു ഭാഗത്തായിട്ട് ഈ DNA കുറച്ച് അസോസിയേറ്റഡ് ആയിട്ടുള്ള പ്രോട്ടീൻസും കൂടെ ചേർന്ന് ന്യൂക്ലിയോയിഡ് എന്ന് പറയുന്ന സ്ട്രക്ചറായിരിക്കും ബാക്ടീരിയത്തിൽ കാണുന്നത്. അല്ലാതെ ട്രൂ ന്യൂക്ലിയസ് ഇവരിലില്ല. സോ അതുകൊണ്ടാണ് അവരെ പ്രോക്യാരിയോട്സ് എന്ന് വിളിക്കുന്നത്. ഇനി ബാക്ടീരിയകൾ നീലഹരിത പായലുകൾ അല്ലെങ്കിൽ ബ്ലൂ ഗ്രീൻ ആൽഗെ, മൈക്കോപ്ലാസ്മ, PPLO ഏറ്റവും ചെറിയ ഓർഗാനിസമാണ് മൈക്കോപ്ലാസ്മ എന്ന് പറയുന്നത്. പ്ലൂറോ ന്യൂമോണിയ ലൈക്ക് ഓർഗാനിസം, അതാണ് PPLO. സോ എന്നിവ പ്രോക്യാരിയോട്ടിക് കോശങ്ങൾക്ക് മികച്ച ഉദാഹരണങ്ങളാണ്. ഇനി ഇവയിലെ ജനിതക വസ്തുവായ DNA കോശദ്രവ്യത്തിൽ നേരിട്ട് കാണപ്പെടുന്നു. ഈ ഭാഗത്തെ നമ്മൾ ന്യൂക്ലിയോയിഡ് എന്ന് വിളിക്കുന്നു. ഇനി പ്രോക്യാരിയോട്ടിക് കോശങ്ങളിൽ മൈറ്റോകോൺട്രിയ, ഗോൾഗി ബോഡി, എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം തുടങ്ങിയ ആവരണമുള്ള കോശാംഗങ്ങളൊന്നും തന്നെ കാണപ്പെടുന്നില്ല. അതായത് പ്രോക്യാരിയോട്ടിക് കോശത്തിൻ്റെ സവിശേഷതയാണ് അവരിൽ മെംബ്രെയിൻ ബൗണ്ട് ആയിട്ടുള്ള ഓർഗനൽസ് ഒന്നും കാണില്ല. മെംബ്രെയിൻ ബൗണ്ട് അല്ലാത്ത ഓർഗനൽസ് മാത്രമേ കാണത്തുള്ളൂ. മെംബ്രെയിൻ ബൗണ്ട് ആയിട്ടുള്ള ഓർഗനൽസ് ഒന്നും തന്നെ പ്രോക്യാരിയോട്സിൽ കാണില്ല. അതുകൊണ്ട് മൈറ്റോകോൺട്രിയ, ഗോൾഗി ബോഡി, എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം ഒന്നും കാണില്ല. ഇനി പ്രോക്യാരിയോട്സിൽ കാണപ്പെടുന്ന ഒരേ ഒരു കോശാംഗം എന്ന് പറയുന്നത് റൈബോസോമാണ്. അതിൽ തന്നെ നമുക്കറിയാം യൂക്യാരിയോട്സിൽ കാണുന്നത് 80S റൈബോസോമും പ്രോക്യാരിയോട്സിൽ കാണുന്നത് 70S റൈബോസോമുമാണ്. S എന്ന് പറയുന്നത് സ്വെഡ്ബർഗ് യൂണിറ്റ് ആണ്. സോ പ്രധാന ജനിതക വസ്തുവിന് പുറമെ ബാക്ടീരിയകളിൽ കാണപ്പെടുന്ന സ്വയം ഇരട്ടിക്കാൻ ശേഷിയുള്ള ചെറിയ വൃത്താകൃതിയിലുള്ള DNA ഘടനകളെ നമ്മൾ പ്ലാസ്മിഡ് എന്ന് വിളിക്കും. ഇനി പ്ലാസ്മിഡുകൾ ബാക്ടീരിയകൾക്ക് ആൻറ്റിബയോട്ടിക്കുകളെ പ്രതിരോധിക്കാനുള്ള ശേഷി നൽകുന്നു. അതായത് ആൻറ്റിബയോട്ടിക് റെസിസ്റ്റൻസ് കൊടുക്കുക എന്നുള്ളതാണ് പ്ലാസ്മിഡിൻ്റെ ധർമ്മം. ഇനി ബാക്ടീരിയകളുടെ കോശഭിത്തി നിർമ്മിച്ചിരിക്കുന്നത് പെപ്റ്റിഡോഗ്ലൈക്കൻ കൊണ്ടാണ്. നമ്മൾ ഗ്രാം പോസിറ്റീവ്, ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയത്തിനൊക്കെ തിരിച്ചറിയുന്ന ഈ പെപ്റ്റിഡോഗ്ലൈക്കൻ ലെയറിൻ്റെ തിക്നെസ്സിനെ അത് കൊടുക്കുന്ന ആ ഒരു ഫീച്ചറിനെ ബേസ് ചെയ്തിട്ടാണ്. സോ ബാക്ടീരിയകളുടെ കോശഭിത്തി നിർമ്മിച്ചിരിക്കുന്നത് പെപ്റ്റിഡോഗ്ലൈക്കൻ അല്ലെങ്കിൽ മ്യൂറിൻ കൊണ്ടാണ്. ബാക്ടീരിയയിൽ കോശസ്തരം ഉള്ളിലേക്ക് മടങ്ങി രൂപപ്പെടുന്ന പ്രത്യേക ഘടനകളെ മീസോസോമുകൾ എന്ന് വിളിക്കുന്നു. അതായത് ബാക്ടീരിയയുടെ പ്ലാസ്മ മെംബ്രെയിൻ അകത്തേക്ക് ഇങ്ങനെ, നമ്മൾ ഈ മൈറ്റോകോൺട്രിയയിലാണെങ്കിൽ ക്രിസ്റ്റ ഇരിക്കത്തില്ല, അതേപോലെ ഇവിടെ പ്ലാസ്മ മെംബ്രെയിൻ ഉള്ളിലേക്ക് മടങ്ങി രൂപപ്പെടുന്ന പ്രത്യേക ഘടനകളെ നമ്മൾ മീസോസോമുകൾ എന്ന് വിളിക്കുന്നു. ഇവ
ശ്വസനത്തിനും അതുപോലെ തന്നെ കോശവിഭജനത്തിനും സഹായിക്കുന്നു. സെല്ലാർ റെസ്പിറേഷൻ അതുപോലെ സെൽ ഡിവിഷൻ ഇതിനൊക്കെ സഹായിക്കുന്ന സ്ട്രക്ചറാണ് മീസോസോംസ്. ഇവ യൂക്യാരിയോട്സിലെ മൈറ്റോകോൺട്രിയയ്ക്ക് തുല്യമാണ്. കണ്ടോ, യൂക്യാരിയോട്സിലെ മൈറ്റോകോൺട്രിയയ്ക്ക് ഈക്വലൻ്റ് എന്നാണ് നമ്മളിവിടെ എന്തിനെ പറയുന്നത്, മീസോസോംസിനെ പറയുന്നത്. കാരണം നമ്മുടെ അവിടെ ആണെങ്കിൽ മൈറ്റോകോൺട്രിയയ്ക്കകത്താണ് സെല്ലാർ റെസ്പിറേഷൻ ഒക്കെ നടക്കുന്നത് അല്ലേ. സോ ബാക്ടീരിയകളെ അവയുടെ കോശഭിത്തിയുടെ സവിശേഷത അനുസരിച്ച് ഗ്രാം പോസിറ്റീവ്, ഗ്രാം നെഗറ്റീവ് എന്നിങ്ങനെ തരംതിരിക്കാനുള്ള സ്റ്റെയിനിങ് രീതി വികസിപ്പിച്ചത് ക്രിസ്ത്യൻ ഗ്രാം ആണ്. അപ്പോൾ ബാക്ടീരിയകളെ അവയുടെ കോശഭിത്തിയുടെ സവിശേഷത അനുസരിച്ച് ഗ്രാം പോസിറ്റീവ്, ഗ്രാം നെഗറ്റീവ് എന്ന് തരംതിരിക്കാനുള്ള സ്റ്റെയിനിങ് രീതി വികസിപ്പിച്ചതാരാണ്, ക്രിസ്ത്യൻ ഗ്രാം ആണ്. ഇനി പ്ലൂറോ ന്യൂമോണിയ ലൈക്ക് ഓർഗാനിസം നേരത്തെ പറഞ്ഞല്ലോ, PPLO അല്ലെങ്കിൽ മൈക്കോപ്ലാസ്മയാണ് ഏറ്റവും ചെറിയ പ്രോക്യാരിയോട്ടിക് കോശം എന്ന് പറയുന്നത്. ഇവയ്ക്ക് കോശഭിത്തിയില്ല എന്ന പ്രത്യേകതയുണ്ട്. പ്രോക്യാരിയോട്ടിക് കോശങ്ങളുടെ ചലനത്തെ സഹായിക്കുന്ന ചാട്ട പോലുള്ള ഘടനകളാണ് ഫ്ലജെല്ല. സോ ഇത് ഫ്ലജെല്ലിൻ എന്ന പ്രോട്ടീൻ കൊണ്ട് നിർമ്മിതമാണ്. ഫ്ലജെല്ല എന്ന് പറയുന്നത് ചാട്ട പോലുള്ള ഘടകങ്ങളാണ്. ഇതിന് ഫ്ലജെല്ലിൻ എന്ന പ്രോട്ടീൻ കൊണ്ട് നിർമ്മിതമാണ്. ഇനി കോശങ്ങൾ തമ്മിൽ ജനിതക കൈമാറ്റം നടത്തുവാൻ സഹായിക്കുന്ന ചെറിയ മുടി പോലുള്ള ഉപരിതല ഘടനകളെ നമ്മൾ എന്തെന്ന് പറയും, പിലി അല്ലെങ്കിൽ ഫിബ്രിയ എന്ന് വിളിക്കുന്നു. സോ പ്രധാനമായി കോൺജുഗേഷൻ, റീപ്രൊഡക്ഷനാണ് പിലിയുടെ ഫങ്ഷൻ. സെക്സ് പിലി എന്ന് നമ്മൾ പറയും, അല്ലെങ്കിൽ കോൺജുഗേഷൻ പിലി എന്ന് നമ്മൾ പറയും. കുറച്ച് ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സ് ആണ്. പ്രോക്യാരിയോട്സ് കഴിഞ്ഞിട്ടില്ല, അതിൻ്റെ ബാക്കി ക്ലാസ് മറ്റൊരു വീഡിയോയിൽ പറയുന്നതാണ്.